ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഈ ആഗസ്റ്റ് മാസത്തിൽ ആരോഗ്യപരിപാലനത്തിൽ യാത്രകളിലൊക്കെ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രന് നീചരാശി സ്ഥിതി വരുന്നത് കൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലാണെങ്കിൽ കേതു നിൽക്കുന്നത് കൊണ്ടും ജന്മരാശിയിലേക്കും അഷ്ടമ ഭാവത്തേക്കും ഈ ശനീശ്വരൻ്റേതായ ദൃഷ്ടി വരുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്ന പക്ഷം ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സമാധാനക്കുറവിന് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണം ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ. എന്നാൽ തൊഴിൽപരമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശനീശ്വരൻ 11-ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും നിവൃത്തിസ്ഥാനത്ത് ചൊവ്വയുടേതായ സാന്നിധ്യവും കർമ്മസ്ഥാനത്ത് രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്ന സമയം കൂടിയാണ്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. 5-ാം ഭാവനാഥനും വിദ്യാമാതരകാരകനുമായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും ജ്ഞാനകാരകനായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെതായ സ്വാധീന ശക്തിയും വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് കടുംപായസം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.